നിങ്ങളുടെ കണ്ണിൻ്റെ ഒരു അഴകാണ് ഈ കണ്ണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു കണ്ണ് എഴുതുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സമയത്ത് ഒരു ഫാഷനാണോ? ഇത് ഫാഷൻ അല്ല, പിന്നെ ഇത് ഇൻഫെക്ഷനിൽ നിന്ന് നമ്മുടെ കണ്ണിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഓ ലെഡ് സൾഫൈഡും കോപ്പർ കാർബണേറ്റും ചേർത്ത് നമ്മൾ കോൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. പക്ഷെ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു ഫാഷൻ അന്ന് നിങ്ങൾ സമയം തൊട്ടിങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോഴും നമ്മളെ കാണുന്ന പോലെ ഫാഷനാക്കിയത് കൊണ്ടുവന്ന് വിചാരിച്ചത്. ഓക്കെ, ഇപ്പോൾ വലിയൊരു അറിവാണിത്. നിങ്ങളുടെ ഈ കണ്ണിൻ്റെ അഴക് മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ നിങ്ങൾ അടിപൊളി ഒരു ബ്യൂട്ടി ആണ്. മാത്രമല്ല നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ലേഡി ഓഫ് ബ്യൂട്ടി, അതുപോലെ തന്നെ ക്വീൻ ഓഫ് നൈൽ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ബ്യൂട്ടി മാത്രമൊന്നുമല്ല. പിന്നെ എടോ, എനിക്ക് കുറഞ്ഞത് 8 ഭാഷകളെങ്കിലും അറിയാം. ചുമ്മാ തള്ളല്ലേ? അല്ലല്ല, ആസ്ട്രോണമി, പൊളിറ്റിക്സ്, ഫിലോസഫി, മെഡിസിൻ, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓ, പിന്നെ ഐ ലെഡ് എ കൺട്രി, സോ മേക്ക് എ ചേഞ്ച്, ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ്. അതെ, തള്ളല്ലെങ്കിൽ ആ 8 ലാംഗ്വേജ് അതൊക്കെ എനിക്ക് അറിയാം. ഞങ്ങളുടെ ടോളമിക് വംശത്തില് ഭരണാധികാരികളിൽ ഈജിപ്ഷ്യൻ ഭാഷ ആദ്യമായി പഠിച്ച രാജ്ഞി അത് ഞാനാണ്. ഓ, പിന്നെ ഗ്രേറ്റ്. ഹീബ്രു, അറമേക്, ഇത്യോപ്യൻ, ട്രോഗ്ലോഡൈറ്റ്, അറബിക്, പാഴ്ത്തിയൻ, ഗ്രീക്ക്, ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ പൊന്നെ, ഇവിടെ ആകെ നമുക്ക് മലയാളം മാത്രം അറിയാം. ഇംഗ്ലീഷൊക്കെ തട്ടിമുട്ടിയൊക്കെ നോക്കും, മലയാളം മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ ഒരു സംഭവം കേട്ടോ, നിങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ നിങ്ങൾ ബ്യൂട്ടി മാത്രമല്ല, ഇതൊക്കെ നിങ്ങളുടെ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു വിഷയം പറഞ്ഞൊരു അപവാദമാണ്, അല്ലെങ്കിൽ അപവാദ പ്രചരണമൊക്കെ ആയിരിക്കാം. പലപ്പോഴും ഞങ്ങൾ ചരിത്രത്തിൽ കേൾക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ സീസർ, അതുപോലെ തന്നെ മാർക്ക് ആൻ്റണി, ഇവരെയൊക്കെ നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് നിങ്ങൾ കീഴ്പ്പെടുത്തി അവരെ നിങ്ങൾ പ്രണയിച്ചു, പിന്നെ അവസാനം തേച്ചു എന്നൊക്കെ ഇങ്ങനെ പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇത് ആക്ച്വലി ഈ കഥയെല്ലാം ആളുകൾ വെറും പ്രണയകഥകളാക്കി മാത്രം ലഘൂകരിക്കാൻ നോക്കുകയാണ്. യാഥാർത്ഥ്യം ശരിക്കും വേറൊന്നും. അന്ന് റോമൻ സാമ്രാജ്യം മുഴുവൻ ലോകം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എൻ്റെ രാജ്യം അവരിൽ നിന്ന് സംരക്ഷിക്കണം, ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. ആ സമയത്ത് റോമിലെ വലിയ സൈനികനായ ജൂലിയസ് സീസർ ഈജിപ്തിലേക്ക് വന്നു. അന്ന് ഞാനും എൻ്റെ സഹോദരനോട് യുദ്ധം ചെയ്ത് എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം. സീസറിനോട് ചേർന്ന് ഞാൻ എൻ്റെ രാജ്യം തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ വളർന്നു. പക്ഷെ അത് രാഷ്ട്രീയപരമായ ഒരു നല്ല കൂട്ടുകെട്ടായിരുന്നു, ഈജിപ്തിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായത്. പിന്നീട് സീസർ കൊല്ലപ്പെട്ടു. അതിനുശേഷം റോമിൽ വീണ്ടും അധികാര പോരാട്ടം തുടങ്ങി. ആ സമയം മാർക്ക് ആന്റണി എന്ന് പറയുന്ന മറ്റൊരു റോമൻ നേതാവുമായി ചേർന്ന് ഈജിപ്തിനെയും കിഴക്കൻ രാജ്യങ്ങളെയും ഒക്കെ ചേർന്ന് ഞങ്ങൾ ശക്തമായൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഒക്ടോവിയൻ ഞങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇങ്ങനൊന്നും അല്ല ചരിത്രത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും പുറത്തേക്ക് നെഗറ്റീവായിട്ട് അറിയണമെന്ന് വിചാരിച്ചത് കൊണ്ടാവാം അവരൊക്കെ അന്ന് ചരിത്രം മാറ്റി എഴുതി